നമസ്കാരം മിസ്റ്റർ ഷെബിൻ. നമസ്കാരം. ഇപ്പൊ ഞങ്ങൾ കേട്ടു റെയിൻടെക് സോഫ്റ്റ്വെയർ ഇപ്പൊ പുതിയ റീസെല്ലർ പാനൽ തുടങ്ങിയിട്ടുണ്ട്, ചാനൽ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞത്. അതിനെ പറ്റി കുറച്ചൊരു വിവരണം. ശരിക്കും ഞാൻ 2016 ബിസിനസ് ചെയ്യുന്ന സമയത്ത് എന്റെ ഒരു കൺസേൺ ആയിരുന്നു ക്ലൗഡ് ടു ദ വേൾഡ്. ഞാൻ അന്ന് എന്റെ ബുക്കിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഓൾ ഓവർ ഇന്ത്യ പ്ലസ് വേൾഡ് വൈഡ് എക്സ്പാൻഡ് ചെയ്യണം. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് യെസ് ഓൾറെഡി നമ്മൾ ഡയറക്ട്ലി സെയിൽസ് ചെയ്യുന്നുണ്ട് കസ്റ്റമേഴ്സിന്. ഇപ്പൊ റീസെലർ ചാനൽ ത്രൂ ആണ് ഇപ്പൊ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. കാരണം കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് ഇന്ററാക്ഷൻ കിട്ടും നമ്മുടെ റീസെലറുമായിട്ട്. അപ്പൊ കൂടുതൽ കൺവേർഷൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ റീസെലർ പാനൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ റീസെലർ പാനലില് ഒരാൾ വാങ്ങിക്കഴിഞ്ഞാൽ എത്ര ലൈസൻസ് പാനൽ ചെയ്യാൻ പറ്റും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ കൊടുക്കുന്ന റീസെലർ പാനലില് അൺലിമിറ്റഡ് ലൈസൻസ് അൺലിമിറ്റഡ് ടൈമിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഭാഗത്തുനിന്ന് ഇയർലി ചാർജസോ ഹിഡൻ ചാർജസുകളോ ഒന്നും തന്നെ ഇല്ല. ഒറ്റ അതായത് വലിയ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റും അല്ല, ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റില് അവർക്ക് ഈ റീസെലർ പാനൽ മേടിക്കാം. ഒറ്റത്തവണ വാങ്ങിച്ചാൽ മതി. അപ്പൊ ആ ഒരു റീസെലർ പാനൽ കൊണ്ട് നമുക്ക് നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള നമുക്ക് വേൾഡ് വൈഡ് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സോഫ്റ്റ്വെയറുകൾ വിൽക്കാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ ഒരു ടൗൺഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന പുതുതായിട്ട് വരുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും നിങ്ങൾ നിങ്ങളുടെ കാറ്റലോഗ് കൊണ്ട് കൊടുക്കാം, നിങ്ങൾക്ക് സോഫ്റ്റ്വെയറുകൾ സെയിൽ ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ പ്ലാറ്റ്ഫോമും നമ്മൾ ചെയ്തു തരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇത് റീസെലർ പാനൽ വാങ്ങണോ ഒരു വിചാരണ ഉണ്ടെങ്കിൽ നമ്മൾ അതില് ഇപ്പൊ എന്റെ സ്വന്തം ബ്രാൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ലേബിളിംഗ് തീർച്ചയായിട്ടും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് വരെ ലോകത്തിൽ ആരും അവരവരുടെ ബ്രാൻഡ് സ്പ്രെഡ് ചെയ്യുന്നതല്ലാണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയും ഉണ്ടാവില്ല. ഇപ്പൊ ഞങ്ങൾ റെയിൻടെക് സോഫ്റ്റ്വെയർ ലിമിറ്റഡ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഒരു സ്ഥാപനമുണ്ട് നമുക്ക്. അപ്പൊ ആ സ്ഥാപനത്തിന് എന്താണ് പേര്, നിങ്ങളുടെ സ്വന്തം ലോഗോ, നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ എല്ലാം ഈ സോഫ്റ്റ്വെയറിൽ ഫിറ്റ് ചെയ്ത് തരും എവരിവെയർ. അപ്പൊ റെയിൻടെക്കിൻ്റെതായിട്ടുള്ള യാതൊരുവിധ റിലേഷൻഷിപ്പും അതിനകത്തുണ്ടായില്ല, അതിന് യാതൊരു ഇൻഫർമേഷൻസും അതിനകത്തുണ്ടായില്ല. അപ്പൊ നിങ്ങളുടെ സ്വന്തം ബ്രാൻഡില് പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് വിൽക്കാം. പൂർണ്ണമായി ഈ ബ്രാൻഡിന്റെ മാറും. ഇപ്പൊ ഇതുപോലെ ഒരു സോഫ്റ്റ്വെയർ ഇപ്പൊ ഡെവലപ്പ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അറൌണ്ട് 22 crores മേളിൽ നമുക്കിപ്പോ ഓൾറെഡി എക്സ്പെൻസ് ആയതാ. നമ്മളിപ്പോ കഴിഞ്ഞ 8-9 വർഷമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഫീൽഡിൽ തന്നെ ഉള്ളത്. അന്ന് മുതൽ നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ തരാം എന്തെല്ലാം ഡെവലപ്മെന്റുകളാണ് നമ്മൾ ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത്. അതെല്ലാം നമുക്ക് ഈ ഒരു റീസെലർ പ്ലാറ്റ്ഫോം വഴി മറ്റുള്ള ആൾക്കാരിലേക്ക് ഇതിപ്പോ ഈ റീസെലർ പാനൽ വാങ്ങുന്ന ആൾക്ക് ഒരു പ്രാവശ്യത്തെ ഒറ്റ തവണയുള്ള സർവീസ് മതിയാവോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോകണം കൂട്ടാ. നമ്മളിപ്പോ ഡ്രൈവിംഗ് സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടെ ചിലപ്പോൾ ആദ്യം തന്നെ നമ്മൾ ടീച്ചറോട് ചോദിക്കും എനിക്ക് 2 വർഷം കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ. അപ്പൊ ഓഫ്കോഴ്സ് അവർ ഹെൽപ്പ് ചെയ്യും. പക്ഷെ നമ്മൾ അവിടെ ചെല്ലാറില്ല എന്നുള്ളതാണ് സത്യം. ഇതും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരു പ്രാവശ്യം ഈ സംഗതി ഒന്ന് കണ്ട് പഠിച്ചു കഴിഞ്ഞാണ്ടല്ലോ വളരെ സിമ്പിളാ. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഒരു 10-20 ദിവസത്തേക്കുള്ള സർവീസ് മതിയാവും. പിന്നെ ചില ഘട്ടങ്ങളിൽ ചില സ്റ്റേജുകളിൽ നമുക്ക് ചിലപ്പോൾ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ ചിലപ്പോ ഇൻസ്റ്റാൾ ആകാണ്ട് വരിക, ചിലപ്പോ ഹാർഡ്വെയർ കണക്ട് ആകാതെ വരിക. അപ്പൊ അതിനൊക്കെ ആയിട്ട് നമുക്ക് ഡെഡിക്കേറ്റഡ് ടീമുണ്ട്. അതിനൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ കസ്റ്റമർ കെയറിനെ വിളിക്കാം. അവരതിനകത്ത് പ്രത്യേകിച്ച് ചാർജസ് ഒന്നും വാങ്ങത്തില്ല. നമ്മുടെ കസ്റ്റമർ കെയർ മിസ്റ്റർ ശാന്തനും ഉണ്ട്. പുള്ളിയുടെ കണക്ടിങ് ആയിട്ട് പല ആൾക്കാരുണ്ട്. അവര് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സർവീസ് തരും. അപ്പൊ റീസെലർ പാനൽ വളരെ ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. ആണല്ലേ? അപ്പൊ ഇതിപ്പോ ഞങ്ങൾക്ക് എഴുതി തരാൻ പറ്റുമോ ഇതിന്? തീർച്ചയായിട്ടും. നമ്മളിപ്പോ ഒരു റീസെലർ ഇപ്പൊ വന്നു, ഇപ്പൊ നമ്മൾ ചാനൽ പാർട്ണർ വന്നു, അവരിപ്പോ ഫോർ എക്സാമ്പിൾ കോഴിക്കോട് ഭാഗത്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ മലപ്പുറം അല്ലെങ്കിൽ തിരുവനന്തപുരം ഭാഗത്ത് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ബൈ റിട്ടേൺ എഴുതി കൊടുക്കും, നമ്മൾ ലെറ്റർ ഹെഡിൽ എഴുതി കൊടുക്കും. പ്ലസ് നമ്മൾ ഇവിടുന്ന് സർട്ടിഫിക്കറ്റിൽ ഞാൻ സൈൻ ചെയ്ത് സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് നോ ഫർദർ ചാർജസ്, ഓൺലി വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ്, അൺലിമിറ്റഡ് ലൈസൻസ് ക്രിയേഷൻ പാനൽ ഫോർ അൺലിമിറ്റഡ് ടൈം. ഇത് നമ്മൾ ബൈ റിട്ടേൺ കൊടുക്കുന്നുണ്ട്. ഗ്യാരണ്ടിയും വാറന്റിയും എല്ലാം കൂടി ഒറ്റ പ്ലാറ്റ്ഫോമിലായി. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഇതിനകത്ത് നമുക്ക് റീസെലർ ഓൾ ഓവർ ഇന്ത്യ പ്ലസ് ഔട്ട്സൈഡ് ഇന്ത്യ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ന്യൂ ജനറേഷൻ പെട്ട ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അവർക്ക് ഫോർ എക്സാമ്പിൾ ഒരു സ്വന്തമായിട്ട് ഒരു റീറ്റെയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 40-50 അല്ലെങ്കിൽ 1 കോടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത് വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ അവർക്ക് ലൈഫ് ലോങ് ബിസിനസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ നമ്മളിപ്പോ ഈ റീസെലർ പാനൽ വാങ്ങി ചാനൽ പാർട്ട്ണർ ആയി.
പക്ഷേ ഇതിനെ സെയിൽ ചെയ്യാൻ പറ്റുന്നില്ല. Yeah. അപ്പൊ നമുക്ക് എങ്ങനെയാ നമ്മൾ അതിനെ ഒന്ന് ആ ഒരു സിറ്റുവേഷൻ? അതിനകത്ത് രണ്ട് ഹെൽപ്പാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഒന്ന്, നമ്മുടെ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ നോക്കി കാണാൻ പറ്റും, അറൌണ്ട് 4000+ വീഡിയോസ് നമ്മൾ ഇതുവരെ ഉണ്ടാക്കി കഴിഞ്ഞു യൂട്യൂബിൽ മാത്രം. അപ്പൊ എവിടെ നിന്ന് ആൾക്കാർ നോക്കി കഴിഞ്ഞാലും റെയിൻഡെക്കിന് അല്ലെങ്കിൽ എന്നെ കാണാണ്ട് പോകുന്നില്ല ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ. അപ്പോൾ ഇവിടെ അറൌണ്ട് 800+ എൻക്വയറീസ് ആണ് ഡെയിലി വരുന്നത്. നമ്മൾ കുറച്ച് ലീഡ്സും കൂടി ഈ റീസെല്ലേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്യും. നമ്മൾ പല സ്റ്റേറ്റിലുള്ള കസ്റ്റമേഴ്സിനെല്ലാം ലീഡ്സ് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, അതിന് കൺവേർഷൻ റേഷ്യോ കൂടുതലാണ്. ഇപ്പൊ ഞങ്ങളിപ്പോ ഒരു 100 ലീഡ്സ് വന്നു, അതിനകത്ത് ചിലപ്പോൾ 20 കൺവേർട്ട് ആവുള്ളൂ, ചിലപ്പോൾ 15 കൺവേർട്ട് ആവുള്ളൂ. പക്ഷെ നിങ്ങൾ ഓഫ്ലൈൻ ചെല്ലുമ്പോൾ അതിന്റെ കൺവേർഷൻ റേഷ്യോ ഭയങ്കര ഹൈ ആയിരിക്കും, കൂടുതൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും. ഇത് ഒന്നാമത്തെ ഹെൽപ്പ്. രണ്ടാമത്തെ ഹെൽപ്പ് അല്ല, റിക്വയർമെന്റ് ആണ്. ഇപ്പൊ ഏതൊരു റീസെലർ ഞങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാലും ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ 2 കാര്യം ചോദിക്കും. ഒന്ന്, നിങ്ങൾക്ക് കമ്പ്യൂട്ടറിനെ പറ്റി എന്തെങ്കിലും അറിവുണ്ടോ, അത് കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടോ, ഉണ്ടെങ്കിൽ മാത്രം വരിക. ഫുൾ ആൻഡ് ഫുൾ A to Z റോക്കറ്റ് സയൻസ് പഠിക്കണമെന്നല്ല, അറ്റ്ലീസ്റ്റ് ബേസിക് നോളജുകളും ഉണ്ടാക്കിയിരിക്കുക. രണ്ടാമത്തെ റിക്വയർമെന്റ് ഞങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എങ്ങനെയാണ്, നിങ്ങൾ മറ്റുള്ളവരെ സംസാരിപ്പിക്കാനോ മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള കഴിവുണ്ടോ. അതൊക്കെ ഓവറായിട്ട് നമ്മൾ സംസാരിച്ച് മലമറിക്കുന്നല്ല പറയണം. അറ്റ്ലീസ്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് മിണ്ടാതിരിക്കുക, നിങ്ങൾക്ക് ഒരു സോഫ്റ്റ്വെയർ വേണോ, വേണ്ട, ഓക്കെ, അങ്ങനെ പോകുന്ന ആൾക്കാരെ നമുക്ക് ഇതിന് പറ്റത്തില്ല. അവർക്ക് എന്ത് സഹായം വേണം, അവർക്ക് എന്ത് ഹെൽപ്പ് വേണം എന്ന് ചോദിക്കാനും അവരെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ നിങ്ങൾക്ക് എന്നുള്ള ഈ ചോദ്യം ചോദിക്കും. അതിനുശേഷമേ ഞങ്ങൾ റീസെല്ലർ പാനൽ പ്രൊവൈഡ് ചെയ്യുള്ളൂ. കാരണം നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് ഒരിക്കലും നഷ്ടം വരാൻ പാടില്ല എന്നുള്ള കാഴ്ചപ്പാട് കാരണം. കാരണം ബിസിനസ്സിൽ ഒരുപാട് നഷ്ടങ്ങൾ പണ്ട് ഈ സ്റ്റാർട്ടിംഗിലെ സമയത്ത് എനിക്ക് ഫേസ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോ ഒരുത്തരുടെ ഒരു നഷ്ടം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അത് ശരിക്കും പറഞ്ഞാൽ മറ്റൊരു വ്യക്തിയായിരിക്കാം, പക്ഷെ ഒരു നഷ്ടത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സ്, ആ ഒരു ഫീൽഡിൽ വന്നവർക്കൊരു മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാവും. അത് ഒരു ബിസിനസ് റിലേറ്റഡ് ആണോ പേഴ്സണൽ ആണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ടു ബി ഫ്രാങ്ക്ലി ഐ ഫീൽ ഇറ്റ്. ഇപ്പൊ ഈ റീസെൽ പാനൽ വാങ്ങിയേക്കുന്നവർക്ക് ഏതെങ്കിലും ഇപ്പൊ ഒരു കസ്റ്റമർ അതിന് ഓൾറെഡി റണ്ണിംഗ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ നടുക്ക് എന്തെങ്കിലും അവർക്ക് സോഫ്റ്റ്വെയറിൽ ബുദ്ധിമുട്ട് വന്നാൽ എന്ത് ചെയ്യണം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു റീസെലറെ കണക്ട് ചെയ്യുന്നു. ആ റീസെലർക്ക് നമുക്ക് ഇവിടെ ഒരു മാനേജർ ഉണ്ടാവും. ആ മാനേജറുമായിട്ട് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ആ മാനേജർ ത്രൂ പല ആൾക്കാർ ഇരിപ്പുണ്ട്, പല സെക്ഷനിലുള്ള ആൾക്കാർ, ട്രെയിനിങ്ങിന്റെ ആൾക്കാരായിക്കോട്ടെ, ഡേറ്റാബേസിന്റെ ആൾക്കാരായിക്കോട്ടെ, ഹാർഡ്വെയർ സെക്ഷന്റെ ആൾക്കാരായിക്കോട്ടെ, മറ്റേ ടാക്സ് പരമായിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, ഇവരെല്ലാവരും അദ്ദേഹമായിട്ട് കണക്റ്റഡാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഡയറക്റ്റ്ലി വിളിക്കാം. അവർ ഇൻഡസ്ട്രിയിൽ കണക്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് തരും. അപ്പൊ ഇവരൊരിക്കലും പറയത്തില്ല കസ്റ്റമറോട് ഐ എം ഫ്രം റെയിൻഡെക്. അവര് ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ ഒരു എംപ്ലോയി ആയിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങളുടെ ബ്രാൻഡിനെ ഒരിക്കലും അത് ബാധിക്കത്തില്ല. ഞാൻ വേറൊരു സ്ഥാപനത്തെ സപ്പോർട്ട് ചെയ്തിട്ട് പറയണമെന്ന് ഒരിക്കലും പറയത്തില്ല. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഹെൽപ്പ് ഇവിടുന്ന് കിട്ടും. അത് അങ്ങനെ തന്നെയാണ് ഞാൻ ഇവിടെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഒരു ചാനൽ പാർട്ട്ണർക്ക് അല്ലെങ്കിൽ റീസെലർക്ക് യാതൊരുവിധ ബ്രാൻഡ് പ്രോബ്ലം ഉണ്ടാകാത്ത രീതിയിലാണ് ഇവിടെ നിന്നുള്ള സപ്പോർട്ട്. യെസ്. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ നോർമലി ബില്ലിംഗ് സോഫ്റ്റ്വെയർസിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുമ്പോൾ ഒരു സെർവർ PC വെച്ചിട്ട് ബാക്കിയുള്ള PCs കണക്ട് ഷെയറിംഗ് ആണ്. അതിന് എങ്ങനെയാണ്, അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടി? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഉപയോഗിക്കുന്നത് മൈക്രോസോഫ്റ്റിന്റെ SQL ഡേറ്റാബേസ്. SQL ഡേറ്റാബേസ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡേറ്റാബേസ് ആണ്, ബാങ്കിങ് അക്കൗണ്ടിങ് സെക്ടർ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് മൾട്ടിപ്പിൾ PC ഷെയർ ചെയ്യാന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഒരു ഗുണം. വളരെ സിമ്പിൾ ആയിട്ട് ഞങ്ങളത് ട്രെയിനിങ് തരും. നമ്മൾ എങ്ങനെയാണ് അതിപ്പോ ഈവൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്യൂച്ചറിലാണെങ്കിൽ ഡൗട്ട് വന്നാൽ ഇവിടെ നിന്ന് പറഞ്ഞു തരും. അത് നമുക്ക് മൾട്ടിപ്പിൾ PCയിലേക്ക്, ഒരു PCയിൽ നമ്മൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാം, മറ്റുള്ള PC ഒക്കെ യൂസറായിട്ട് കണക്ട് ചെയ്യുകയും ചെയ്യാം. അപ്പൊ വളരെ സിമ്പിൾ ആണത്. അത് നമ്മൾ ഇവിടുന്ന് ഹെൽപ്പ് ചെയ്ത് തരും, കണക്ട് ചെയ്ത് തരും. അപ്പോ ഇപ്പൊ നിങ്ങളൊരു റീസെലർ ആണെന്നിരിക്കുക, അപ്പോ ഒരു സോഫ്റ്റ്വെയർ കസ്റ്റമേഴ്സിന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു, മൾട്ടിപ്പിൾ PCയിൽ ഷെയർ ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇയർലി സർവീസ് ചാർജ് വാങ്ങാം, AMC വാങ്ങാം. ഞങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരിക്കലും ചാർജ് ചെയ്യത്തില്ല. കാരണം ഞങ്ങൾ റിട്ടേൺ ബൈ റിട്ടേൺ എഴുതി തരുന്നുണ്ട്. ഇയർലി സർവീസ് ചാർജ് ഇല്ല എന്നുള്ള കാര്യം റീസെല്ലർ പാനലിന്. പക്ഷെ ഒരു സർവീസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ നേരത്തെ വേണമെങ്കിൽ ചാർജ് മേടിക്കാം. ഞങ്ങൾ എന്തുകൊണ്ടാണ് സർവീസ് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഞങ്ങൾ സർവീസ് വരുന്നേയില്ല. ഇപ്പൊ നിങ്ങളൊരു റീസെല്ലർ ആയത് വെച്ചു, റീസെല്ലർ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റീസെല്ലർ ആകുമ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഡിഫറെന്റ്. എത്രയും പെട്ടെന്ന് എനിക്കിത് പഠിച്ചെടുക്കണമെന്നുള്ള മൈൻഡ് സെറ്റാണ്. അപ്പൊ പെട്ടെന്ന് നിങ്ങൾ പഠിച്ചെടുക്കുകയും ചെയ്യും. പ്ലസ് അതുമായിട്ടുള്ള ആ ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ടാവും.
ഇത് എന്റേതാണെന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. അതെ അതെ അപ്പൊ പെട്ടെന്ന് പഠിച്ചെടുക്കും. അതെ അതാണ് ഒരു ഇൻവെസ്റ്ററുടെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. അഡ്വാൻറ്റേജ്. യെസ്, ട്രൂ. അപ്പൊ അങ്ങനെ ചെയ്യാൻ നേരത്ത് കൂടുതലായിട്ടുള്ള ഔട്ട്പുട്ട് ഉണ്ടാകും, ബെറ്റർ പെർഫോമൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ മിസ്റ്റർ ഷെബിൻ, ഇപ്പൊ ഇതില് ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ അപ്പൊ നിങ്ങൾ എപ്പോഴും R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതെ. പുതിയ അപ്ഡേറ്റ്സ് വരുമ്പോൾ ഈ റീസെല്ലേഴ്സ്, ഈ വാങ്ങിയേക്കണ ചാനൽ പാർട്ട്നേഴ്സ് എങ്ങനെയാണ് അതിനെ യൂസ് ചെയ്യാൻ പറ്റുക? ഞാൻ മുമ്പേ പറഞ്ഞ കൊണ്ട് തന്നെ നമുക്ക് ഇയർലി സർവീസ് ചാർജോ അല്ലെങ്കിൽ ഹിഡൻ ചാർജസുകളോ ഒന്നുമില്ല. അത് നമ്മൾ ബൈ റൈറ്റിംഗിൽ തന്നെ തരുന്നുണ്ട് വിത്ത് സർട്ടിഫിക്കറ്റ്സ്. പക്ഷേ അപ്ഡേറ്റ്സുകൾ വരുമ്പോൾ അത് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. പല അപ്ഡേറ്റ്സുകൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ നമ്മൾ പല കൺട്രീസിൽ നിന്ന് നമ്മൾ അപ്ഡേറ്റുകൾ വാങ്ങി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാറുമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അത് വലിയ എമൗണ്ട്, വളരെ ചെറിയൊരു തുക നിങ്ങൾക്ക് മുടക്കി വേണമെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് എടുക്കുക, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയർ അതേപോലെ തന്നെ റൺ ആയിക്കോളും, നോ പ്രോബ്ലം. ഇപ്പൊ ഈ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം അതിന്റെ അപ്ഡേറ്റ്സ് എടുക്കാം. പിന്നെ ഇതിന്റെ അപ്ഡേറ്റിന് മാത്രം ഒരു ചെറിയൊരു ചാർജ് ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് വേറൊരു ചാർജസ് നമ്മൾ ഇവിടുന്ന് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ പറയുന്നത് എപ്പോഴും അപ്ഡേറ്റ്സ് ഒരു 6 months അല്ലെങ്കിൽ 1 year കഴിയുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആ ഫീച്ചറുകളെല്ലാം ഒറ്റയടിക്ക് കിട്ടും. ചെറിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്ത് നമുക്ക് അപ്ഡേറ്റുകളെല്ലാം വാങ്ങാൻ പറ്റും. വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ചോദ്യം, ഈ ബില്ലിംഗ് സോഫ്റ്റ്വെയർ എങ്ങനെയാണ് വിൽക്കുക? ഹൗ ടു സെൽ ഇറ്റ്? ശരിക്കും പറഞ്ഞാൽ ബില്ലിംഗ് സോഫ്റ്റ്വെയർ മാത്രമല്ല, ഏതൊരു പ്രൊഡക്റ്റും ലോകത്തില് നമ്മൾ വിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു കസ്റ്റമർ എടുക്കുക ഇത് വേണോ 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 എന്ന് പറഞ്ഞെല്ലാം പാടില്ല. നമ്മൾ എങ്ങനെയാ കസ്റ്റമർക്ക് ഹെൽപ്പ് കൊടുക്കാം, നമ്മൾ ഒരു കൺസൾട്ടന്റ് ആയിട്ട് ചിലാവുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അതാണ് അതിന്റെ റിയാലിറ്റി. നമ്മൾ മാക്സിമം ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം, നിങ്ങൾക്ക് ഇന്ന ഒരു ഹെൽപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറുകളുണ്ട്, അവർക്ക് എന്തെല്ലാം ബെനിഫിറ്റുകളുണ്ട് എന്നുള്ളത് കൺവിൻസ് ചെയ്യാം. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ സെല്ലിരിക്കും. ഡിപ്പെൻഡ്. അല്ലെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു 100 ലീഡ് കഴിഞ്ഞാൽ പോലും ഒരെണ്ണം പോലും സെയിൽ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എപ്പോഴും കസ്റ്റമറുടെ പ്രശ്നങ്ങൾ കേൾക്കുക. ലിസൺ ദ കസ്റ്റമർ ഫസ്റ്റ് ടാസ്ക് ആണ്. പ്ലസ് അവർക്ക് എന്തൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, അവരുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, ഈ സോഫ്റ്റ്വെയറുകളുണ്ട് അവർക്ക് എന്തെല്ലാം ബെനിഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ കയ്യിൽ സെയിൽ കൺവേർട്ട് ആകും. ഇത് മാത്രം ചെയ്താൽ മതി. അതിന്റെ ടിപ്സും കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് ട്രെയിനിങ് തരാൻ പറ്റും. ഈ ബില്ലിംഗ് സോഫ്റ്റ്വെയറിന് ഓഫ്ലൈൻ മാർക്കറ്റിലും പിന്നെ ഇന്ത്യയിലും എന്താ ഒരു സ്കോപ്പ് ഇന്നത്തെ കാലത്ത്? ശരിക്കും പറഞ്ഞ ഇന്ത്യ പോലൊരു രാജ്യത്ത് ജനിച്ചത് അനുഗ്രഹമായിട്ട് വേണം കരുതാൻ. കാരണം 140 കോടി ജനങ്ങളാണുള്ളത്. അതിനകത്തേക്ക് ഒരു 1% ഇറങ്ങി ചെല്ലാൻ സാധിച്ച നമ്മുടെ ടേൺ ഓവർ ഒരു വർഷത്തെ കോടികളായി, ആയിരക്കണക്കിന് കോടികളാവും. ഒരു രൂപ നമ്മളിപ്പോ ഒരു തീപ്പെട്ടി വിൽക്കുന്ന കമ്പനി ആയിക്കോട്ടെ, ഒന്ന് ആലോചിച്ച് നോക്കി എത്ര കോടിയായ നമ്മുടെ ടേൺ ഓവർ. ഇതെന്ന് പറയുമ്പോൾ ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ്. നമ്മളിപ്പോ ഒരു 140 കോടിയിൽ ഒരു 5% അല്ലെങ്കിൽ ഒരു 6% ബിസിനസ്സുകാരാന്ന് വെച്ചു. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു 1% ടാർഗറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു 0.5% ടാർഗറ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ ടേൺ ഓവർ 1000 crores മേളിലേക്ക് വരും. അത്ര ആൾക്കാർക്ക് നമുക്ക് പെനിട്രേറ്റ് ചെയ്യാൻ സാധിക്കണം. പക്ഷെ നമ്മളൊരു അല്ലെങ്കിൽ ഒരു ഏരിയയിൽ സെയിൽ ചെയ്യുമ്പോൾ, ഒരു സിറ്റിയിൽ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പക്ഷെ അത്രത്തോളം എത്താൻ പറ്റിയില്ല. പക്ഷേ നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റിന്റെ പ്രൈസ് കൂടുതലാണ്. നമ്മൾ സോഫ്റ്റ്വെയർ എപ്പോഴും ഒരു 15,000 20,000 ആ പ്രൈസ് റേഞ്ചിൽ വിൽക്കുക, വാല്യുബിൾ ആയിട്ട് വിറ്റ് കഴിയുമ്പോൾ ഈവൻ ഒരു 10 സെയിൽ നടത്തിയാൽ തന്നെ എത്ര ലക്ഷം രൂപയായി ഒരു മാസം. അതിനുള്ള പ്ലാറ്റ്ഫോം ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ കയ്യിൽ വരും. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വന്നില്ലെങ്കിലും ഗ്രാജുവലി ഒരു സ്ഥലത്ത് സോഫ്റ്റ്വെയർ കൊടുത്തു, അവർ തന്നെ റെഫർ ചെയ്ത് മൗത്ത് ടു മൗത്ത് പബ്ലിക്കേഷൻസ് വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ സെയിലാകും. അപ്പൊ തന്നെ ഓട്ടോമാറ്റിക്കലി ആൾക്കാരെ നമ്മൾ വിളിച്ചു തുടങ്ങും. സ്റ്റാർട്ടിങ്ങിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് കുറെ ലീഡ്സും തരും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ സെയിൽസ് ചെയ്യാൻ സാധിക്കും. പിന്നെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു റീറ്റെയിൽ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഒരുപാട് ഡെഡ് സ്റ്റോക്കുകൾ വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ചെരുപ്പ് തുടങ്ങി, തുണിക്കട തുടങ്ങി, ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഡെഡ് സ്റ്റോക്ക് ആണ്. അതേസമയം റീറ്റെയിൽ ഈ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആകുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു, അതൊരിക്കലും കേടായി പോകത്തില്ല സാർ. ലൈസൻസ് ക്രിയേഷൻ അൺലിമിറ്റഡ് ടൈം, അൺലിമിറ്റഡ് ലൈസൻസിൽ നമുക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ലൈഫ് ലോങ് നിങ്ങൾക്ക് അത് സെയിൽ ചെയ്യാൻ സാധിക്കും. ലൈഫ് ലോങ്. ഇനി പോകുന്ന ഇന്ത്യൻ മാർക്കറ്റ്
ഇപ്പൊ സർവേ വെച്ചിട്ട് അടുത്ത 10 വർഷത്തേക്ക് മറ്റുള്ള രാജ്യങ്ങളെ കടത്തി വെട്ടുന്ന ഭൂമിക ഉണ്ടാകാൻ പോകുന്നത്. അത് എല്ലാ സെക്ടറിലും, എസ്പെഷ്യലി റീറ്റെയിൽ ഇൻഡസ്ട്രി സെക്ടറിൽ. ഏത് സെക്ടറിൽ ഡെവലപ്മെന്റ് ആയാലും റീറ്റെയിൽ ഇൻഡസ്ട്രി ബൂമാവും. അപ്പം റീറ്റെയിൽ ഷോപ്പുകൾ ഇഷ്ടം പോലെ ഓപ്പണിങ് വരുന്നുണ്ട്. നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഒരുപാട് സ്ഥലത്ത് കൊടുക്കാൻ സാധിക്കും. ഇപ്പൊ ഞാൻ ഈ റീറ്റെയിൽ അതല്ലെങ്കിൽ നമ്മുടെ ഈ ചാനൽ പാർട്ട്ണറിന്റെ പ്രോഗ്രാം കൊണ്ടുവന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന സെയിൽസിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ ഒരുപാട് റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ചാനൽ പാർട്ട്നേഴ്സ് വേൾഡ് മുഴുവനുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ സാധിക്കും. മെയിൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു ബേസിക് ടെക്നോളജിയാണ് ഇന്ത്യയുടെ പല ഗ്രാമപ്രദേശങ്ങളിലും സോഫ്റ്റ്വെയർ ആൾക്കാർ വിൽക്കുന്ന ഒരു ബേസിക് ടെക്നോളജി. പക്ഷേ റെയിൻടെക്കിന്റെ പോലത്തെ റെവല്യൂഷണറി ടെക്നോളജീസ് കഴിഞ്ഞ 8 വർഷമായിട്ട് നമ്മൾ ചാനലിലെടുത്ത് നോക്കിയാൽ തന്നെയാണ് ഓരോ ദിവസം എത്രത്തോളം റെവല്യൂഷണറി ടെക്നോളജീസ് ആണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ടെക്നോളജികളെല്ലാം ഈച്ച് ആൻഡ് എവറി ഇന്ത്യൻസിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. അതിന് ഏറ്റവും ഉപരിയായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ചാനൽ പാർട്ട്നേഴ്സിനെല്ലാം നമ്മൾ ആ അഷുറൻസ് കൊടുക്കുന്നുണ്ട്. ബൈ റൈറ്റിംഗിൽ, വേർഡല്ല, ബൈ റൈറ്റിംഗ്. വേർഡിലും കൊടുക്കുന്നുണ്ട്, ബൈ റൈറ്റിംഗിലും കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ചാനൽ പാർട്ട്ണർ ആയിട്ട് ഏത് ഏജ് റേഞ്ചിലെ ആൾക്കാരാണ് അധികം ഉള്ളത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു എഡ്യൂക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന കുട്ടികളുണ്ട്. ഒരു 20 to 30 ആ റേഞ്ചിലുള്ള ആൾക്കാർ. പ്ലസ് ഗൾഫിലൊക്കെ ജോലിക്ക് അങ്ങനെ പോയി റിട്ടേൺ വന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇന്ത്യയിൽ തന്നെ പല ബിസിനസ് ചെയ്തിട്ട് സക്സസ് ആകാതെ പോയ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഈ റീറ്റെയിൽ ഇൻഡസ്ട്രിയിലൊക്കെ ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപാട് പേര്, പിന്നെ ഓൾറെഡി ഈ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആയിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാർ, ഇവരെല്ലാവരും ഉണ്ട് ഇതിനകത്ത്. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് റേഞ്ച് പറയാൻ പറ്റത്തില്ല. എല്ലാ കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് മെയിൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പെറന്റ് ആയിരിക്കുക. എന്ത് കാര്യമുള്ള നേരിട്ട് പറയുക. നമ്മുടെ എന്ത് പ്രോബ്ലം ആണെങ്കിലും നേരിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുക. അതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്ന പോളിസി. അപ്പോൾ അത് വെച്ചിട്ട് നല്ലൊരു ബിസിനസ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നല്ലൊരു കരിയർ ഉണ്ടാക്കാൻ സാധിക്കും. തീർച്ചയായും. അപ്പം ഒരാളിപ്പോ ഈ സോഫ്റ്റ്വെയർ പാനൽ ക്രിയേഷന്റെ ചാനൽ പാർട്ട്ണർ ആയിട്ട് മാറി താങ്കൾക്ക്. ഇതിന്റെ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് അവർക്ക് ഉപയോഗിക്കോ? അവർക്ക് വിറ്റ് തുടങ്ങണേന് നടുക്കുള്ള സമയം ഗ്യാപ്പ് എത്ര ഉണ്ടാവും? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഡെവലപ്പേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മളിപ്പോ ഒരു ചാനൽ പാർട്ണർ വന്നു, ഇപ്പം താങ്കൾ ഒന്ന് ചാനൽ പാർട്ണർ ആകണമെന്ന് പറഞ്ഞു നമ്മുടെ കസ്റ്റമർ കെയറിനെ വിളിച്ചു കഴിഞ്ഞാൽ അവർ എല്ലാ ഡീറ്റെയിൽസും തരും. പേയ്മെന്റ് ചെയ്തതിനു ശേഷം വിത്തിൻ 2 or 3 hours നമുക്ക് ഇതിന്റെ കംപ്ലീറ്റ് സെറ്റപ്പ് ഫയൽ വിത്ത് അൺലിമിറ്റഡ് ലൈസൻസ് മാലിന് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അതിന് 2-3 കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, നിങ്ങളുടെ ലോഗോ, നിങ്ങളുടെ ഇമെയിൽ ID, അഡ്രസ്, ഫോൺ നമ്പർ, ഇതെല്ലാം സോഫ്റ്റ്വെയറിൽ ഡിസ്പ്ലേ ആകുന്നതാണ്. അപ്പൊ ഈ സോഫ്റ്റ്വെയർ ആ സിറ്റീസ് നിങ്ങളുടെ സ്വന്തം വൈറ്റ് ലേബൽ ആവും, നിങ്ങൾ സ്വന്തം ബ്രാൻഡിൽ വിൽക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തരാൻ പറ്റും. ഇപ്പൊ ലോകത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും സ്വന്തം ബ്രാൻഡ് തുടങ്ങാൻ ഇത്ര എളുപ്പമുള്ള ഒരു മാർഗം വരെയില്ല. ഇത്ര എളുപ്പവും ഇത്രയും ക്വിക്ക് ആയിട്ട് വെരി ഗുഡ് റവന്യൂ ആണ്. സോഫ്റ്റ്വെയർ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ ഇന്ന് വരെ ഏതെങ്കിലും സ്ഥാപനത്തെ കാണിച്ചു തരാമോ? തകർന്നു പോയതോ നിന്നു പോയതോ? ഇന്ന് വരെ ഒരു സിംഗിൾ സ്ഥാപനത്തെ കാണിച്ചു തരാൻ സാധിക്കില്ല. കാരണം ഒരിക്കലും ഇന്ത്യ പോലൊരു രാജ്യത്ത് റീറ്റെയിൽ ബിസിനസ് സ്റ്റോപ്പ് ആകുന്നില്ല. ബില്ലിംഗ് സോഫ്റ്റ്വെയർ 100% സെയിലാകും. അതുകൊണ്ട് തന്നെയാണ് അതിന് വലിയ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല. ഇപ്പൊ നമ്മളൊരു റീറ്റെയിൽ ബിസിനസ് തുടങ്ങണമെങ്കിൽ 50 ലക്ഷം, 1 കോടി, 2 കോടി രൂപയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം. ഇത് വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ നല്ലൊരു ബിസിനസ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനായിട്ട് ഈ ചാനൽ പാർട്ണർ സിസ്റ്റം ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഞങ്ങൾക്ക് ഈ ബില്ലിംഗ് സോഫ്റ്റ്വെയറിന്റെ ചാനൽ പാർട്ണർ ആവാനുള്ള വഴികളും മാർഗങ്ങളും എല്ലാം പറഞ്ഞു തന്നതിന് ധാരാളം ധന്യവാദ്. ധാരാളം നന്ദി. അപ്പൊ ഞങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ ബിസിനസിന്റെ ചാനൽ പാർട്ട്ണറായി മാറാനുള്ള വഴികൾ പറഞ്ഞു തന്നതിന് ധാരാളം നന്ദി. സോ മച്ച്. എന്റെ ഭാഗത്തുനിന്ന് വളരെയധികം താങ്ക് യു. പിന്നെ അതുകൂടാതെ ഞാനും എന്റെ ടീമും ഓൾവേസ് വിൽ ബി ദെയർ ടു സപ്പോർട്ട് യു, ടു ഹെൽപ്പ് മൈ പീപ്പിൾ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോം. യെസ്, മോട്ടോ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.